പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും അവിടുത്തെ കൃപാവരങ്ങളാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഇത് കേൾക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി, അഭിഷേകം ചൊരിയപ്പെടുന്നതിന് വേണ്ടി അങ്ങയുടെ സ്നേഹം അതീവമായി അധികമധികമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വചനം സ്വർഗത്തെക്കുറിച്ചാണ്. സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് ലഭ്യമാകുവാൻ, ദൈവത്തോടു കൂടെ നമുക്ക് വസിക്കുവാൻ നമ്മൾ വിശുദ്ധിയോടെ ആയിരിക്കണമെന്നുള്ള ചിന്തകളായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സ്വർഗീയവാസത്തിന് തടസ്സമായി നിൽക്കുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സാത്താൻ്റെ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ സാത്താൻ ഭയങ്കര ആക്രമണമാണ് നമ്മളിലേക്ക് ചൊരിയുന്നത്. രണ്ട് രീതിയിലാണ് സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ഒന്ന്, ലൗകിക മോഹങ്ങൾ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് അതിൽ നമ്മൾ ആകൃഷ്ടരാകണമെന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ അതിൽ സാത്താൻ വശീകരിക്കുന്നത്. രണ്ടാമത്, ജഡത്തിൻ്റെ മോഹങ്ങളാണ്. ലൗകിക മോഹങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ ലോകത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ നമ്മുടെ സ്വർഗീയ വാസത്തിന് തടസ്സമാകുന്ന രീതിയിൽ സാത്താനും അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ലൗകിക കാര്യങ്ങൾ ആകർഷണാകുവാൻ നമ്മളെ പ്രലോഭിപ്പിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിന് നൽകുവാൻ കഴിയുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളിൽ ആഗ്രഹം കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നമ്മുടെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കുക ദൈവിക നിയമപ്രകാരം എന്നതിനേക്കാൾ അപ്പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൂടെ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അതിനുവേണ്ട സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രലോഭനത്തിലൂടെ സാത്താൻ, അല്ലെങ്കിൽ നമ്മളെ അതിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് അതിലൂടെയുള്ള അനുഭവമാണ്. ലോകം നൽകുന്ന മഹിമയും അംഗീകാരവും ഒരു പ്രധാന ലക്ഷ്യമാണെന്ന് നമ്മളെ പ്രേരിപ്പിക്കുക. ലോകം നമുക്ക് നൽകുന്ന മഹിമ, അംഗീകാരം, അതുകൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഇങ്ങനെ വലിയ ആളാകണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വലിയവനെന്ന് പറഞ്ഞില്ല എന്നുള്ള അല്പം എന്തെങ്കിലും എവിടെയെങ്കിലും ഒരധികാരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ട് പലയിടങ്ങളിലും നമ്മൾ തഴയപ്പെട്ടു എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കും. അങ്ങനെ ശത്രുത ഉണ്ടാക്കും. വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ, സഭയിൽ പ്രവർത്തിക്കുമ്പോൾ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ വാശി പിടിക്കും. നമുക്ക് അല്പം അധികാരമുണ്ടെങ്കിൽ നമ്മുടെ ഈ അല്പ അധികാരത്തെ നമ്മളെന്തോ വലിയ അധികാരിയാണെങ്കിൽ വലിയ ആളാണെന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ വിശുദ്ധന്മാരൊക്കെ അതിന് എതിരെ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധന്മാർ, സെയിൻറ്റ് എഫ്രേമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഉന്നത സിംഹാസനമെല്ലാം
നിസ്സാരമതെന്ന് ഓർക്കുന്ന അധികാരഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ. ഉന്നത സിംഹാസനം പോലും, ഏറ്റവും ശ്രേഷ്ഠമായ നൽവരം പോലും അത് ഭൂമിയിൽ മനുഷ്യൻ എന്താ പറയുന്നത് എളിമപ്പെടാൻ വേണ്ടി അതൊക്കെ നിസ്സാരമാണ്. അതിനേക്കാൾ ഉപരിയാണ് ദൈവരാജ്യത്തിലെ കർത്താവിനോട് കൂടെയുള്ള ഇരിപ്പ്. അത് നഷ്ടമാകാൻ അഹങ്കാരം കൊണ്ട് ഇടയാകരുത് എന്ന് ചിന്തിപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം ധനമുണ്ടാകാനുള്ള പ്രലോഭനം നൽകുന്നു, ധാരാളം എന്താ പറയുന്നത് ആരോഗ്യപരമായി അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടൊക്കെ നമുക്ക് മാക്സിമം നമ്മളെ ചെറുതാക്കി കാണിക്കുക ആദ്യം. അതാണ് ഒരു കാര്യം. രണ്ടാമത് നമ്മളെ ആ ചെറുതിൽ നിന്ന് നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മളെ വാശി കയറ്റി വലുതാക്കി കാണിച്ചിട്ട് വലുതായി കഴിയുമ്പോൾ നമ്മളെ വീണ്ടും നമ്മൾ വലുതായതിനെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുള്ള അഹംഭാവത്തോടു കൂടി ശത്രുത ഉളവാക്കുന്ന ഒരു പ്രവർത്തനമാണ് ലോകം നൽകുന്ന മഹിമയും അംഗീകാരവും പ്രധാന ലക്ഷ്യമാകുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഈ ലോകത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മുടെ സുരക്ഷിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പ്രലോഭിപ്പിക്കുക. ഈ ലോകത്തിലുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം, ഈ ലോകത്തിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന പ്രിയമുള്ളവർ എന്താ നമ്മളതിന് പറയുന്നത്, ഈ വലിയ ഒരു ആൾബലം, ഹല്ലേലൂയ, ആൾബലമുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താ പറയുക, പല സ്വാധീനങ്ങൾ, പലരുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്വാധീനങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കഴിയും. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഉള്ള ഒരു ചങ്ങാത്തം, ഒരു കൂട്ടുകെട്ട് വേണം എന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആളുകളൊക്കെ പറയും, ഞാൻ ഇന്ന ആളുകളൊക്കെ ആയിട്ട് എനിക്ക് കൂട്ടുണ്ട്, ഇന്നതുപോലെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഒരു ബഹുമതി, അതിൽ പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മളെ ഈ ലോകത്തിലെ സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ലോകമെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മനുഷ്യനെ ഇങ്ങനെ തെറ്റിക്കാൻ ലോകത്തെയും അതിനകത്ത് തിന്മ വിതച്ചുകൊണ്ട്, തിന്മ പ്രവർത്തിച്ചുകൊണ്ട് സാത്താൻ പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ലോകം അഥവാ ഭൂമി, അതാണ് അതിൻ്റെ ഒരു ഘടകം. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്ന, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യർ വസിക്കുന്ന സ്ഥലത്തിന് ഭൂമി, ലോകം, ഭൂലോകം എന്നിങ്ങനെയൊക്കെ പേര് പറഞ്ഞു വന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനുഷ്യർ വസിക്കുന്ന സ്ഥലത്തിന് ഭൂമി, ലോകം, ഭൂലോകം എന്നിങ്ങനെ പേര് പറഞ്ഞു വന്നു. സങ്കീർത്തനം 9:8 പറയുന്നു, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. സങ്കീർത്തനം 9:8. അപ്പം ലോകത്തെ നീതിയോടെ വിധിക്കുമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ലോകത്തോട് ചേർന്ന് സാത്താൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ലോകത്തിൽ ജീവിക്കുന്നവർക്കും ന്യായവിധി വരുമ്പോൾ അത് നീതിയുള്ള വിധിയായിരിക്കും. അവിടെ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചവരെ ന്യായവിധി സമയത്ത് കൈക്കൂലി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബഹുമതികൾ കൊണ്ടൊന്നും ന്യായം തെറ്റിച്ച് കളയാൻ അവിടെ സമ്മതിക്കുന്നില്ല. നീതിയോടെ അന്ന് വിധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പിന്നെ 24-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെയും അതിലെ നിവാസികളെയും ഭൂതലത്തെയും അതിൻ്റെ പൂർണ്ണതയെയും ദൈവം രക്ഷിക്കും തീർച്ചയായിട്ടും. അപ്പോൾ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരിലൂടെയാണ് ഈ ഭൂമിയും ഭൂതലവും ഒക്കെ അതിലെ നിവാസികളെയൊക്കെ കർത്താവ് വീണ്ടെടുക്കുന്നതെന്നും തിരിച്ചറിയണം നമ്മൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ
11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകം ദൈവത്തിൻ്റേതാണ്. എന്നാൽ മനുഷ്യൻ വഴി സാത്താൻ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിനെതിരെ തിരിഞ്ഞു. നമ്മൾ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പരീക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ സാത്താൻ പറയുന്ന കാര്യങ്ങളാണ്. നമുക്കത് പിന്നീട് ചിന്തിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ലോകം അതിൻ്റെ മോഹങ്ങളും അതിൻ്റെ മഹിമയും അംഗീകാരമൊക്കെ ഒരു പ്രധാന കാര്യമായി കൊണ്ടുകൊണ്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. 2, ലോകത്തിലുള്ള ബന്ധങ്ങളുടെ ബലം അത് വലിയ സുരക്ഷിതത്തിൻ്റെ ഉറപ്പാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. നമുക്ക് ഈ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ലോകത്തിൽ നമുക്ക് ഉള്ള വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ ദൈവഹിതം അനുസരിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്കും ഉപയോഗിക്കുക. തമാശയ്ക്കൊക്കെ ആണെങ്കിലും ഈ ആളുകളിങ്ങനെ ലോക വസ്തുക്കളെ സ്നേഹിക്കുന്നതിൻ്റെ ഇത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ മദ്യം, ചില മദ്യങ്ങൾ, വില കൂടിയ മദ്യക്കുപ്പികളൊക്കെ ആളുകളിങ്ങനെ ഉമ്മ വെക്കണതൊക്കെ കാണാറുണ്ട്. ഭയങ്കര സന്തോഷം കൊണ്ട് ഉമ്മ വെക്കുന്നതൊക്കെ ഇങ്ങനെ പടം നമ്മൾ ഈ സിനിമയിലോ അല്ലെങ്കിൽ ഈ സ്കിറ്റുകളിലൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ജീവിതത്തിലുള്ള സംഭവങ്ങളായിരിക്കാം അവരങ്ങനെ കാണിക്കുന്നത്. അവർ ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ, പ്രലോഭനം നമ്മളിലേക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ പിതാവ് ആയ ദൈവം സ്നേഹിക്കുന്ന, തൻ്റെ പുത്രനിലൂടെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനായിട്ട് കഴിയുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിതാവായ ദൈവം തൻ്റെ പുത്രൻ വഴി എന്ന് പറഞ്ഞാൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത യേശുക്രിസ്തു വഴി ലോകത്തെ രക്ഷിപ്പാനാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള നമ്മൾ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ സാത്താൻ്റെ പ്രലോഭനത്തിന് വഴങ്ങാതെ ദൈവഹിതമനുസരിച്ചാൽ, എന്ന് പറഞ്ഞാൽ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കാതിരിക്കുക. എന്നിട്ട് മറിച്ച് എന്ത് ചെയ്യണം? ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ള ആ ജീവിത വിഷയങ്ങൾ മാത്രം എടുക്കുക. എന്ന് പറഞ്ഞാൽ ഉണ്ണാനും, ഇപ്പോൾ പൗലോസ്ലീഹ പറയുന്നില്ലേ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കുക. നമ്മൾ മനുഷ്യൻ്റെ ആവശ്യത്തിന് അവന് പാർപ്പിടം, വിദ്യാഭ്യാസം, പിന്നെ വസ്ത്രം, ഭക്ഷണം, ഇങ്ങനെയുള്ള അവൻ്റെ നിത്യമായ ആവശ്യങ്ങൾക്ക് അവൻ സമൂഹത്തിൽ ഒരു മാന്യനായ ഒരു വ്യക്തിയാണ് എന്ന് സമൂഹത്തിന് അറിവ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന രീതിയിൽ, സമൂഹത്തിന് അതൊരു ഫലപ്രദമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും, അതാണ് അതിന് ഒരു ആപ്റ്റായ ഒരു വാക്യം. ലളിത ജീവിതവും ഉയർന്ന ചിന്ത. മനുഷ്യൻ സ്വർഗത്തോളം ഉയർന്ന് ചിന്തിക്കണം, എന്ന് പറഞ്ഞാൽ ദൈവത്തോളം ഉയർന്ന് ചിന്തിക്കണം. സകല സൃഷ്ടികളുടെയും പ്രപഞ്ചത്തിൻ്റെ ഉടയവനായി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവത്തോളം ഉയർന്ന് ചിന്തിക്കണം. രണ്ടാമത്, ജീവിതം ലളിതമായിരിക്കണം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കാണ് ലളിത ജീവിതവും ഉയർന്ന ചിന്തയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ പറയുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആരെങ്കിലും
ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് 16-ാമത്തെ വാക്യം പറയുന്നത് എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. മനസ്സിലായോ? ജഡത്തിൻ്റെ ദുരാശ. ചിലർ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഞാനത് ആഗ്രഹിച്ച് എനിക്ക് എൻ്റെ ദൈവം തന്നു എന്ന്. ഞാനത് ഇന്നതുപോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് എനിക്കത് എൻ്റെ ദൈവം തന്നു. പക്ഷേ ഈ ശലോമോനൊക്കെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം നേടി, പക്ഷെ അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. സൂര്യന് കീഴെ ഞാൻ അധ്വാനിച്ചതെല്ലാം വ്യർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. സൂര്യന് കീഴെ ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ശലോമോൻ പറയുന്നുണ്ട്. ചില ആളുകൾ എന്നും പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. എന്താണ് ആഗ്രഹിച്ചതെന്നും കൂടി ഈ നിമിഷം ഒന്ന് ചിന്തിക്കുക. ഈ 3 കാര്യം വെച്ചിട്ടൊന്ന് ചിന്തിക്കുക. കണ്ണുകളുടെ ദുരാശ. ഇപ്പം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഹാബ് കണ്ണുകൊണ്ട് കണ്ട് ആഗ്രഹിച്ചു. അതൊരു ദുരാശയാണ്. അവൻ അർഹതപ്പെട്ടതല്ല, മറ്റവനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവൻ്റെ ഉപജീവന മാർഗം തടഞ്ഞുകൊണ്ട് അവൻ്റെ അത് വസ്തുക്കൾ കൈക്കലാക്കണം എന്നുള്ളൊരു വിചാരം. അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ ദുരാശ, അത് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ കുറച്ചും കൂടി വിശദമായിട്ട് കേൾക്കാം. ജഡത്തിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, ജഡത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പിന്നെ എന്താ പറയുന്നത്, ജീവിതത്തിൻ്റെ അഹന്ത, എല്ലാമായി കഴിയുമ്പോഴുണ്ടാകുന്ന എന്താ പറയുന്നത്, എല്ലാമായി എന്നുള്ള ഒരു വിചാരം. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? തിരിച്ചറിയണം പ്രിയമുള്ളവരെ, ലോകത്തോടുള്ള മൈത്രി, ലോകത്തോടുള്ള കൂട്ടുകെട്ട് ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, 1 തിമോത്തി 1 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ വാക്യങ്ങൾ. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ വാക്യങ്ങൾ. അതിപ്രകാരമാണ് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനിടയായിട്ടുണ്ട്. എന്നാൽ ദൈവിക മനുഷ്യനായി നീ ഇവയിൽ നിന്ന് ഓടിയകലണം. അതാണ്, ദൈവിക മനുഷ്യനായി നീ ഇവയിൽ നിന്ന് ഓടിയകലണം. ഏതിൽ നിന്നാ? ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് ചിലർ കരുതുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഇന്ന് ആരോട് സംസാരിച്ചാലും എല്ലാവരും പറയുന്നത് ഈ കാണാവുന്ന കോടാനുകോടികളെല്ലാം എനിക്ക് ദൈവം തന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പടം വെച്ച് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്.
എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാക്കോബിലെ പറഞ്ഞതുപോലെ ലോകത്തോടുള്ള മൈത്രി, ലോകത്തോടുള്ള കൂട്ടുകെട്ട് കൊണ്ട് ധനം സമ്പാദിച്ചിട്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിലേക്ക് ചേരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, അങ്ങനെയല്ല, നീ അതിലാകരുത്. ദൈവഭക്തി വലിയൊരു നേട്ടമാണ് എന്നാണ് പറയുന്നത്. ധനവാനാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദൈവഭക്തി നേട്ടമാണ്. അതാണ് ആ ലളിതമായത്. ഞാൻ പല ആളുകളെയും ഇങ്ങനെ വലിയ ധനാഢ്യരായ ആളുകൾ, അവരെ ഞാനിങ്ങനെ ചില സമയങ്ങളിലൊക്കെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം വളരെ ലളിതമാണ്. അവർക്ക് ഒരു ആർഭാടമില്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വ്യക്തമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കുവാനായിട്ട് കഴിയണം. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഇത് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, പ്രലോഭനങ്ങളിലൂടെയാണ് സാത്താൻ ക്രിസ്തീയ വിശ്വാസിയെ പരീക്ഷിക്കുന്നത് അഥവാ കുടുക്കുന്നത്. രണ്ട് രീതിയിലാണ് ഈ പ്രവർത്തികൾ നമ്മളിൽ ആക്രമണമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ലൗകിക കാര്യങ്ങളിൽ ആകൃഷ്ടനാകുവാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കും. രണ്ട്, ലോകത്തിന് നൽകുവാൻ കഴിയുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ആഗ്രഹങ്ങളെ കേന്ദ്രീകരിപ്പിക്കുക. ലോകത്തിന് നമുക്കെന്തങ്ങനെ ഒന്ന് കിട്ടി, രണ്ട് കിട്ടി, ഇങ്ങനെ ഓരോന്നും നമുക്കങ്ങനെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. രണ്ടാമത്, ലോകം നൽകുന്ന മഹിമയും അംഗീകാരവും ഒരു പ്രധാന ലക്ഷ്യമാകുവാൻ പ്രേരിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, ലോകത്തിലുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ബലം സുരക്ഷത്തിൻ്റെ അടിസ്ഥാനമാക്കുകയാണ്. കുതിരകളിലോ കുതിരപ്പടകളിലോ പ്രഭുക്കന്മാരിലോ നിങ്ങൾ മനസ്സ് വെക്കരുത്, ധൈര്യം കൊള്ളരുതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിന് പകരം അതിൽ മനസ്സ് വെക്കുന്ന അനുഭവം. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2:15, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. എന്തെന്നാൽ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. യാക്കോബിൻ്റെ ലേഖനം 4:4, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റേതാണ് എന്ന വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചു കൊള്ളാമെന്നും അറിഞ്ഞ് മാമോദിസ ഏറ്റിട്ട് ഈ കുദാശകളെല്ലാം സ്വീകരിച്ച് വിശുദ്ധ കുദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ച് കർത്താവിൻ്റെ കൂടെയാണെന്ന് പറയുകയും ലോകത്തിൻ്റെ സുഖമോഹങ്ങളിലൂടെ ഓടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വിശ്വസ്ത പുലർത്താത്തവരാണ്. അവർ ഇരു മനസ്സുള്ളവരെന്ന് യാക്കോബിലെ വേറൊരു സ്ഥലത്ത് പറയുന്നു. മറ്റൊരു തർജ്ജമയിൽ പറയുന്നു വ്യഭിചാരിണികളായുള്ളവരെ എന്ന് പറയുന്നു. ആ ഭാഗത്തിന് 3 തർജ്ജമയുണ്ട്. 3 തർജ്ജമ: ഇരു മനസ്സുള്ളവരെ, വ്യഭിചാരിണികളായുള്ളവരെ, വിശ്വസ്തത പുലർത്താത്തവരെ. ഇതെല്ലാം ദൈവത്തോടു കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് പറയുകയും ലോകവുമായിട്ട് കൂട്ടുകെട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് ആ വിശ്വസ്ത പുലർത്താത്തവരെ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പിന്നെ തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ വാക്യങ്ങളും കൂടി നമ്മൾ വായിച്ചു കേട്ടു. തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ധനമോഹം, ജഡമോഹം, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ നമ്മളെ അഹന്തയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ കാര്യം കൂടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രലോഭനത്തിൽ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു, അങ്ങേക്കുള്ളതാണ് ആ മഹത്വം എന്ന് ഞങ്ങളെല്ലാ ദിവസവും
പ്രാർത്ഥിക്കുന്നതാണ് കർത്താവേ. എങ്കിലും ഞങ്ങളെ സാത്താൻ പ്രലോഭിപ്പിച്ച് ഞങ്ങളെ താഴ്ത്തിക്കളയുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങൾക്ക് നല്ലൊരു ക്രൈസ്തവ ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതിലെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വരുന്ന 12-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ പ്രത്യാശഭവൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ കൂദാശ ശ്രേഷ്ഠഭാവ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. അപ്രേം തിരുമേനി സഹകാർമ്മികനായിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട MP, MLA, സാമൂഹിക പ്രവർത്തകർ, മത സാംസ്കാരിക തലങ്ങളിലുള്ള വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന ഈ മീറ്റിങ്ങിലേക്കും ഈ കൂദാശ കർമ്മങ്ങളിലേക്കും നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്, വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും എത്തിച്ചേരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.